നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എം.വി. ഗോവിന്ദന് പാർട്ടിയുടെ മാധ്യമ വിലക്കുണ്ടായത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ എത്തിയപ്പോഴും വാർത്താ സമ്മേളനം ഒഴിവാക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിന് പുറമെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജാണ് വാർത്താ സമ്മേളനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്തുന്നതിന്റെ തിരക്കിലാണ് ഗോവിന്ദൻ എന്നാണ് പാർട്ടി വിശദീകരണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും ഗോവിന്ദൻ മാഷ മാറി നിൽക്കുകയാണെന്ന് CPM വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ പാർട്ടിയുടെ പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമാണ്. സർക്കാരിന്റെ നേട്ടങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരുന്നു രീതി. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോഴും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനങ്ങൾ കാണുന്നില്ല. P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷമാണ് പത്രസമ്മേളനങ്ങൾ ഗോവിന്ദൻ ഒഴിവാക്കിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് അവസാനമായി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. ജില്ലകളിലെത്തുമ്പോൾ 2-3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രതികരണങ്ങൾ മാത്രമാണ് M.V. ഗോവിന്ദനുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്നത്. പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പ്രതിപക്ഷത്തിനു നേരെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്തുന്നത്. പാർട്ടി അണികൾക്കിടയിൽ സ്വരാജിന്റെ പത്രസമ്മേളനങ്ങൾക്ക് വലിയ സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട്. കൂടാതെ A. വിജയരാഘവൻ, മറ്റൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P.K. ബിജു എന്നിവരും ഇടയ്ക്കിടെ മാധ്യമങ്ങളെ കാണും. പാർട്ടി നിലപാട് സ്വരാജ് വിശദീകരിക്കുമ്പോഴും M.V. ഗോവിന്ദൻ എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വിലയിരുത്തുന്ന തിരക്കിലാണ് ഗോവിന്ദൻ എന്നാണ് പാർട്ടി വിശദീകരണം. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് M.V. ഗോവിന്ദന് കഷ്ടകാലം തുടങ്ങിയത്. ഇത് മാധ്യമങ്ങളുടെ വലിയ വിമർശനങ്ങൾക്കും കാരണമായി. ഗോവിന്ദൻ പത്രസമ്മേളനം നടത്താൻ എത്തുമ്പോഴെല്ലാം മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. എവിടെ ചെന്നാലും ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നു. അതോടെ പാർട്ടി അപകടം മനസ്സിലാക്കി. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മത്സരത്തിൽ നിന്ന് മാറുന്നതോടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ പകരം മത്സരിക്കാമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ T.K. ഗോവിന്ദൻ കരുതിയത്. പക്ഷേ ആ സീറ്റിൽ വനിതകളെ മത്സരിപ്പിക്കണമെന്ന തീരുമാനമെടുത്തത് T.K. ഗോവിന്ദനെതിരെ പാർട്ടി ആദ്യം ചെക്ക് വെച്ചു. N. സുകന്യയുടെയും M.V. ഗോവിന്ദന്റെയും ഭാര്യ P.K. ശ്യാമളയുടെ പേര് പരിഗണിച്ചെങ്കിലും P.K. ശ്യാമളയുടെ ഒറ്റ പേര് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയത്. ഇത് T.K. ഗോവിന്ദന് ഒരിക്കലും അംഗീകരിക്കാനായില്ല. ഗോവിന്ദന് ശേഷം ഗോവിന്ദൻ എന്നതിന് പകരം ഭർത്താവിന് ശേഷം ഭാര്യ എന്ന നിലപാട് വന്നതോടെ 60 വർഷത്തെ പാർട്ടി ബന്ധം T.K. ഗോവിന്ദൻ ഉപേക്ഷിച്ചു. പുകഞ്ഞാണ് പയ്യന്നൂരിലെ CPM-ൽ പ്രശ്നം കത്തിയതെങ്കിൽ തളിപ്പറമ്പിൽ ബോംബ് വീണതുപോലെ പൊട്ടിത്തെറിയായിരുന്നു. T.I. മധുസൂദനന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ മുക്കിയെന്ന് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V. കുഞ്ഞികൃഷ്ണൻ ദീർഘനാളായി ഉന്നയിക്കുന്ന ആരോപണമാണ്. മധുസൂദനനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സ്വതന്ത്രനായി മത്സരിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുമെന്നും കുഞ്ഞികൃഷ്ണൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രതീക്ഷിച്ചതാണ്. പക്ഷെ 60 വർഷക്കാലം കാലതീർന്ന പട്ടാളക്കാരനായി ജീവിച്ച സെക്രട്ടേറിയറ്റ് അംഗം T.K. ഗോവിന്ദൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയെന്ന് മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ ഭാര്യ P.K. ശ്യാമളയ്ക്കെതിരെ അംഗവും കുറിച്ചു. ഈ നീക്കം പാർട്ടി നേതാക്കളെയും അണികളെയും ഒരുപോലെ ഞെട്ടിച്ചു. MLA സ്ഥാനത്തിനു വേണ്ടി പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ആളല്ല T.K. ഗോവിന്ദൻ എന്നാണ് ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ കരുതിയിരുന്നത്. 30 വർഷത്തോളം ഏരിയ സെക്രട്ടറിയായിരുന്ന T.K. ഗോവിന്ദൻ 75-ാം വയസ്സിൽ MLA മോഹവുമായി പാർട്ടി വിടാൻ സാധ്യതയില്ല. പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്കെതിരെ അംഗപ്പുറപ്പാടിന് ഇറങ്ങണമെങ്കിൽ അത് T.K. ഗോവിന്ദൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്നാണ് പാർട്ടി അണികൾ കരുതുന്നത്. CPM-നുള്ളിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയില്ലെങ്കിൽ ഇത്തരമൊരു നീക്കത്തിന് ഗോവിന്ദൻ മുതിരില്ലെന്നാണ് ചില പാർട്ടി പ്രവർത്തകരും പറയുന്നത്. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പിലെ പാർട്ടി പ്രവർത്തകർ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ചില CPM നേതാക്കൾ M.V. ഗോവിന്ദൻ മാഷിനെതിരെ അതിശക്തമായി നീങ്ങുന്നുണ്ടായിരുന്നു. അവർക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം T.K. ഗോവിന്ദൻ ചോദ്യം ചെയ്തത്. ഇക്കാര്യം M.V. ഗോവിന്ദൻ മാഷിനെ ശരിക്കും അറിയാം. പ്രവാസി വ്യവസായി ആന്തൂർ സാജിന്റെ മരണത്തോടെയാണ് P.K. ശ്യാമളയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നത്. പാർട്ടി അന്വേഷണത്തിലും പോലീസ് അന്വേഷണത്തിലും ശ്യാമള നിരപരാധിയാണെന്ന് കണ്ടെത്തി. എന്നാൽ സാജനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ശ്യാമളയാണെന്നാണ് T.K. ഗോവിന്ദന്റെ നിലപാട്.
മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് ഫയലുകൾ നീക്കിയെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിക്കാർക്ക് തള്ളാമെങ്കിലും തളിപ്പറമ്പ് മണ്ഡലത്തിലെ ഓരോ വീട്ടുകാരെയും അറിയാവുന്ന ടി.കെ. ഗോവിന്ദൻ ആ രീതിയിൽ നേരിടാൻ സാധിക്കില്ലെന്ന് നേതാക്കൾക്ക് ഉൾപ്പെടെ അറിയാം. UDF പിന്തുണ കൂടി പ്രഖ്യാപിച്ചതോടെ CPM കടുത്ത ജാഗ്രതയിലാണ്. എന്നാൽ ടി.കെ. ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. 60 വർഷം CPM-ന് വേണ്ടി പ്രവർത്തിച്ചയാൾക്ക് കോൺഗ്രസുകാർ വോട്ട് ചെയ്യില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത്. വർഗവഞ്ചകനായ ടി.കെ. ഗോവിന്ദനെ പാർട്ടി പ്രവർത്തകരുമല്ലാത്തവരെ വോട്ട് ചെയ്യില്ലെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാൽ വോട്ടുകൾ വീടിക്കുമെന്നും CPM കരുതി. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഇടപെടലിന്റെ ഫലമായി വിവാദങ്ങൾ മുളയിൽ തന്നെ ഒതുങ്ങി. നാലാമതും താനായിരിക്കണം MLA എന്നതിനാലാണ് MV ഗോവിന്ദൻ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും ടി.കെ. ഗോവിന്ദൻ പറഞ്ഞു. 3 തവണ MLA ആയ ശേഷം ആ കസേരയിലേക്ക് ഭാര്യയെ പിടിച്ചിരുത്തുന്നതിനോട് താല്പര്യമില്ലെന്നും MV ഗോവിന്ദനോട് പറഞ്ഞുവെന്നും ടി.കെ. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് താൻ അധ്യക്ഷത വഹിച്ച ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ പ്രതിഷേധമുണ്ടായി. MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. മണ്ഡലം കമ്മിറ്റിയിൽ പ്രതിഷേധമുയർന്നു. കമ്മിറ്റിയിൽ 3 പേർ ഒഴികെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. MV ഗോവിന്ദൻ, MV ജയരാജൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു ആ യോഗത്തിൽ. എല്ലാവരും പ്രതീക്ഷിച്ചത് സ്ഥാനാർത്ഥി മാറ്റമെന്നാണ്. എന്നാൽ ഒന്നും അംഗീകരിച്ചില്ല. ഇതോടെയാണ് ഈ പാർട്ടിയിൽ നിൽക്കാൻ സാധിക്കില്ലെന്ന് പാർട്ടി ബന്ധം ഉപേക്ഷിക്കുമെന്നും അറിയിച്ചത്. 25 വയസ്സ് മുതൽ പാർട്ടി നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകേണ്ട ചില ധാർമ്മികത ഉണ്ട്. തനിക്ക് ശേഷം തന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാകണമെന്ന തീരുമാനം ചെറുത്തില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകും, പാർട്ടിയെ തകർക്കും. അനീതിയെ ചെറുത്തില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകും. പാർട്ടിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രവണതകൾ കാണുകയാണ്. അതിനെ ശക്തമായി എതിർത്തു. സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ മര്യാദയ്ക്ക് ചേരാത്ത തീരുമാനമാണ് വന്നത്. സംഘടനയ്ക്ക് ചേരുന്ന രീതിയിലല്ല തീരുമാനം. തളിപ്പറമ്പിൽ മത്സരിക്കണമെന്നും അത് P.K. ശ്യാമളയാകണമെന്ന് ജില്ലാ സെക്രട്ടറിയെ നിർദ്ദേശിച്ചു. പയ്യന്നൂരിൽ TA മധുസൂദനൻ മത്സരിക്കണമെന്നും പറഞ്ഞു. ഈ 2 നിർദ്ദേശങ്ങൾക്കെതിരെയും എതിർപ്പുയർന്നു. മധുസൂദനനെതിരെ അന്വേഷണം നടത്തിയെങ്കിലും പാർട്ടി ഒന്നും കണ്ടെത്തിയില്ല. പക്ഷേ പാർട്ടിയിൽ നിന്ന് മധുസൂദനനെ മാറ്റി നിർത്തി കണക്ക് വൈകിയതിനെ ആരെയെങ്കിലും പാർട്ടി മാറ്റി നിർത്തുമോ? പാർട്ടി തയ്യാറാക്കിയ കണക്കിൽ കുഞ്ഞികൃഷ്ണൻ വിശ്വാസമില്ല. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന്റെ കണക്കിലാണ് പാർട്ടി പ്രവർത്തകർക്ക് വിശ്വാസം. പൂർണ്ണമായും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നത് ശരിയല്ല. ആസൂരിൽ സാജന്റെ മരണത്തിന് ജനം പ്രകോപിതരായി. മരണത്തിന് ഉത്തരവാദി P.K. ശ്യാമളയാണെന്ന് വ്യാപകമായി പ്രചാരണം നടന്നു. പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത അവസ്ഥ. ചെയർപേഴ്സണെ രക്ഷിക്കാൻ നിന്നാൽ പാർട്ടിക്കെതിരെ ജനം തിരിയും. അന്ന് വിശദീകരണ യോഗം വിളിച്ചു. ശ്യാമളയെ ന്യായീകരിച്ച് പൊതുയോഗം നടത്താൻ സാധിക്കില്ലായിരുന്നു. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് ജനങ്ങളെ ആശ്വസിപ്പിച്ചത്. അത് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ഗോവിന്ദന്റെ നോട്ടപ്പുള്ളികളായി. നടപടിയെടുക്കുമെന്ന് പറഞ്ഞ തങ്ങൾക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് എന്ന് അന്ന് യോഗത്തിൽ പറഞ്ഞ P. ജയരാജൻ വടകരയിൽ മത്സരിച്ചു, തോറ്റു. പിന്നീട് ജില്ലാ സെക്രട്ടറി ആക്കിയില്ല. അതായത് പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. P.K. ശ്യാമള അതായത് ചെയർപേഴ്സന്റെ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം അനുമതി കൊടുക്കില്ലെന്നാണ് ശ്യാമള സാജനോട് പറഞ്ഞത്. ശ്യാമള പോലീസ് അന്വേഷണത്തിൽ കുറ്റക്കാരിയല്ല എന്ന് കണ്ടെത്തി. എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചില രേഖകൾ കാണാതായെന്ന് പിന്നീട് കണ്ടെത്തി. MLA ഫണ്ട് ചെലവഴിക്കുന്നതിനെ കുറിച്ച് മണ്ഡലം കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. MV ഗോവിന്ദൻ MLA ആയ ശേഷം ഇതുണ്ടായില്ല. ഹാപ്പിനെസ് പരിപാടി നടത്തിയപ്പോൾ അറിയില്ല. ചില സിനിമാക്കാർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചേർത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഹാപ്പിനെസ് പരിപാടി നടത്തിയത്. ഇതിൻ്റെ ഒന്നും കണക്ക് എവിടെയുമില്ല. സംഘടനാപരമായി ഇത് ശരിയല്ല. പാർട്ടിയിൽ ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവണത തളിപ്പറമ്പിലുണ്ടായി. അനീതിയെ ചോദ്യം ചെയ്ത് കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അങ്ങനെയാകട്ടെ. പാർട്ടിയെ തിരുത്തണം. ഈ അനീതിയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടി തകരും. തൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നത് രാജ്യത്തെ സ്നേഹിക്കാൻ വേണ്ടിയല്ല, അഴിമതിയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ MV ഗോവിന്ദന് വിനയായത്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു നീക്കം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. പരിണിത പ്രജ്ഞനായ ഒരു നേതാവ് ഇത്തരത്തിൽ പെരുമാറിയിട്ടില്ല. സംസ്ഥാന സെക്രട്ടറിക്ക് സ്വന്തം കുടുംബങ്ങളെ രക്ഷിക്കണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. പാർട്ടിയിൽ പുറത്തുപോയ ടി.കെ. ഗോവിന്ദൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഗോവിന്ദൻ പാർട്ടി സൗകര്യപൂർവ്വം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഗോവിന്ദൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം അവിടെ കാണുമെന്ന സംശയമുണ്ട്.
പാർട്ടി തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം പിണറായിക്കൊപ്പം ഗോവിന്ദൻ മാഷും ഏറ്റെടുക്കേണ്ടി വരും. PK ശ്യാമള പരാജയപ്പെട്ടാൽ ഉറപ്പായി ഗോവിന്ദൻ മാപ്പ് പറയേണ്ടി വരും. ഭാര്യയെ നിർത്താൻ വാശി പിടിച്ചതാണ് പാർട്ടിയെ തോൽപ്പിക്കുമെന്ന് നാട്ടുകാർ പറയുമ്പോൾ ഗോവിന്ദൻ മാഷിന്റെ നിസ്സഹായത്താൽ അത് കേട്ടു നിൽക്കേണ്ടി വരും. പിണറായി മാഷെ സഹായിക്കാൻ പിണറായി പോലും ഉണ്ടായെന്ന് വരില്ല. പാർട്ടിയിൽ എല്ലാവർക്കും ഗോവിന്ദൻ മാഷിനോട് ഇപ്പോൾ തന്നെ വിയോജിപ്പുണ്ട്. സ്വരാജിന്റെ പത്രസമ്മേളനങ്ങളിൽ ചോദ്യമുയരുമ്പോൾ ഗോവിന്ദൻ മാഷെ ന്യായീകരിക്കാൻ സ്വരാജ് നിൽക്കുന്നുമില്ല. സ്വരാജിന്റെ തത്വവിചാരങ്ങൾ കേൾക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നുമില്ല.